തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചൂടേറുന്ന കാഴ്ചയാണ്. സ്ഥാനാർത്ഥികളൊക്കെ തിരക്കിലാണ്. കടകളിലും വീടുകളിലും ഒക്കെ പോയി വോട്ടർമാരെ കണ്ട് വോട്ട് തേടുന്ന കാഴ്ചയാണ്. ഇതിനിടയിൽ നമ്മളൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥി വീട് കയറുന്ന തിരക്കിനിടയിലാണ് നമ്മൾ കണ്ടുമുട്ടിയത്. വടകര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചോറോട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് സി നിജിൻ. സി നിജിനെ ഒരുപക്ഷെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പരിചിതനായ മുഖം തന്നെയാണ് സി നിജിൻ്റേത്. യൂത്ത് കോൺഗ്രസിൻ്റെ വടകര നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ ചെയർമാൻ ആണ്. അത്തരത്തിൽ എല്ലാ പരിപാടികളിലും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലും ഒക്കെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും മുന്നിലുണ്ടാകുന്ന ഒരു മുഖമാണ് സി നിജിൻ്റേത്. അപ്പോൾ എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? പ്രചരണങ്ങൾ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. വീടുകൾ കയറിക്കൊണ്ടുള്ള പ്രചരണങ്ങളാണ് ആദ്യത്തെ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിക്കുന്നത്. നല്ല സപ്പോർട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയിൽ കൂടിയാണ് ഞാനിവിടെ ഇപ്രാവശ്യം ജനവിധി തേടുന്നത്. നല്ല പിന്തുണയോടുകൂടി ജയിച്ചു വരുമെന്നുള്ള നല്ലൊരു വിശ്വാസത്തിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു, വളരെ ചെറിയ വോട്ടുകൾക്ക് 17 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പൊ ഇത്തവണ ആ 17 നമുക്ക് കൂട്ടിപ്പിടിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ എൻ്റെ അപരൻ ഒരു 73 വോട്ട് നേടുകയും 17 വോട്ടിന് ഞാൻ പരാജയപ്പെടുകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായിക്കൊണ്ട് ആ 17 എന്നുള്ള ഞാൻ പരാജയപ്പെട്ട ആ വോട്ടിനെ ഒരു 1700 വോട്ടിൻ്റെ ലീഡിലേക്ക് എത്തിക്കുവാനുള്ള വലിയ ഒരു ശ്രമത്തിലാണ് ഞങ്ങളും ഞങ്ങളുടെ മുന്നണിയും ഈ ഒരു ചോറോ ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത്. പിന്നെ 6 വാർഡുകളാണ്. ആ 6 വാർഡുകളിൽ നിന്നും നല്ല രീതിയിൽ, കാരണം ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി താല്പര്യമുള്ള ഒരാളാണ്. ഇതുവരെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും എൻ്റെ പൊതുപ്രവർത്തനത്തിലും അവരോട് കൂടെ നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഞാൻ എന്നും മുൻതൂക്കം നൽകിയിട്ടുള്ളത്. നിജിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു അധ്യാപകനാണ്. അതിലേറെ രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ടുള്ള ആളാണ്. ഈ ചോറോട് പ്രദേശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യത്തെ ഒരു കാര്യം സിൽവർ ലൈൻ പ്രതിഷേധങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമരമുഖത്തുണ്ടായിരുന്ന ഒരു ഭാഗമാണ്. അതെ അതെ ഈ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ചോറോട് പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയെയും അതേപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിലൂടെയും കടന്നു പോകുന്ന ഒരു അലൈൻമെൻ്റ് ആയിരുന്നു സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുമ്പോൾ ഒന്ന് കേരളത്തിൻ്റെ ഭൂപ്രതിക്ക് അത് വലിയ തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ഒപ്പം ചോറോടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഏകദേശം 180ഓളം കുടുംബങ്ങളെ അവരുടെ കിടപ്പാടത്തിൽ നിന്നും വലിച്ചെറിയുന്ന തരത്തിലേക്കാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് കിടപ്പാടമാണ്. അത് ആ കിടപ്പാടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക, അവരുടെ ഒരു ആയുസിൻ്റെ മുഴുവൻ സമ്പാദ്യവും ഉപയോഗിച്ചുകൊണ്ട് സ്ഥലം വാങ്ങുന്നു, ഒരു വീട് നിർമ്മിക്കുന്നു. അവരുടെ ആ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രായമാകുന്ന സമയത്ത് അവർക്ക് അവരുടെ വീടിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടി നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കാനുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അവരെ ഒന്ന് ചേർത്ത് നിർത്തുകയും അവരുടെ കൂടെ നിന്നുകൊണ്ട് ആ ഒരു സമരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയും വലിയ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നു. നമുക്ക് ചോറോട് പ്രദേശത്തിന് നമുക്കറിയാം, ഇവിടെ പൊതുവെ ഒരു ഇടതുപക്ഷ ഭരണം നിലവിലുള്ള ഏകദേശം ഒരു 50 വർഷത്തിലേറെ കാലമായി ഇടതുപക്ഷ ഭരണമാണ് ചോറോടിനുള്ളത്. അപ്പോൾ ഭൂരിഭാഗം ആളുകളും ഈ പറയുന്ന ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷവും ആ ഇടതുപക്ഷത്ത് തന്നെ കേരള സർക്കാരും പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഈ ചോറോട് പഞ്ചായത്ത് അതിനെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനവും ചെയ്തിട്ടില്ല. ജനങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ ആരുമില്ല എന്നുള്ള സമയത്താണ് ഞാൻ ഒരുപക്ഷെ ഈ ഒരു സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വരികയും വലിയ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഏകദേശം ആ ഒരു സിൽവർ ലൈൻ പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് വരെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു, നിരവധി കേസുകൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ചുമത്തപ്പെട്ടിട്ടുണ്ട്, പലതും കള്ളക്കേസുകളൊക്കെ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവരുടെ ജനങ്ങളുടെ പിന്തുണയാണ് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക, ജനങ്ങളത് മനസ്സിലാക്കുക, അവരുടെ പിന്തുണ നേടുക എന്നുള്ളതാണ്. ആ ഒരു പിന്തുണ ഈ ചോറോട് ഡിവിഷനിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും. അതേസമയം ചോറോടിനെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നത് നമുക്ക് പുറകിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഈ ഒരു പാലവുമായി ബന്ധപ്പെട്ടാണ്. ഇത് നിർമ്മിച്ചു വെച്ച അന്ന് മുതൽ വഴി തടസ്സപ്പെട്ടിരിക്കുകയാണ് ചോറോട് നിവാസികളുടെ. വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? അതിൽ ഈ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു പത്രസമ്മേളനം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 6 മാസം കൊണ്ട് അത് മാറ്റുമെന്നുള്ള ഉറപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന് കിട്ടിയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു പിന്നെ ഈ കമ്പനിയുമായിട്ട് അവരൊരു കരാറുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒന്നും രേഖകൾ പുറത്തുവിടാൻ ഞങ്ങൾ ആവശ്യപ്പെട്ട സമയത്ത് അവരൊന്നും തന്നെ പുറത്തുവിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രചരണം മാത്രമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ആ ഒരു പ്രചരണത്തെ ഞങ്ങൾ കണക്കാക്കുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മലയോൽമുക്ക് അതേപോലെ തന്നെ നമ്മൾ പെരുവാട്ടം താഴെ റോഡിലേക്കുള്ള ഈ സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിലൂടെ നമുക്ക് ഒരു വഴിയിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. അതായത് മലയോൽമുക്കിൽ നിന്നും ചേന്നമംഗലത്ത് വരുന്ന ആളുകൾക്ക് നേരെ പെരുവാട്ടം താഴയിലേക്കും വടകരയിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ കൈനാട്ടിയിലേക്ക് പോയി അവിടുന്ന് ചുറ്റി നമ്മൾ റാണി സ്കൂളിലേക്ക് എത്തിച്ചേരേണ്ട ഏകദേശം 4 കിലോമീറ്ററോളം ചുറ്റി അവർ കിഴക്കൻ മേഖലയിലേക്ക് മാറിപ്പോകേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ബാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിൻ്റെ വലിയൊരു സഹായം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹവും ഞാനും ഈ ഒരു പ്രദേശത്തിലേക്ക് വരികയും ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ റീച്ചിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇത് പഠിക്കുകയും അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ്, ഇതിൻ്റെ പ്ലാനും സ്കെച്ചും വെച്ചുകൊണ്ട്, ദേശീയപാതയുടെ പ്ലാനും സ്കെച്ചും വെച്ചുകൊണ്ടാണ് ഞങ്ങളിത് ദേശീയപാതയ്ക്ക് പരാതി നൽകുകയും ആ അതോറിറ്റി ഇവിടെ വന്ന് പരിശോധിക്കുകയും നമ്മുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ ദേശീയപാത അതോറിറ്റി നമുക്ക് ഇരുവഴികളിലേക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വടകരയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് തിരിച്ച് മലയോൽമുക്കിലേക്കും മലയോൽമുക്കിൽ നിന്നുള്ള ആളുകൾ തിരിച്ച് വടകരയിലേക്കും പോകുവാനുള്ള സൗകര്യം ഈ റോഡിൽ ഉണ്ടാകുമെന്നും ആ റോഡിൻ്റെ 7 മീറ്ററിലാണ് സർവീസ് റോഡിൽ ഇരുവശത്തേക്കും പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ള അനുകൂലമായ ഉത്തരവ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിൽ അവർക്ക് എൻ്റെ പേരിൽ തന്നെ ആ ഒരു ഉത്തരവ് വരെ എനിക്ക് അയച്ചു തരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഭരണകൂടം ഒരു തരത്തിലുള്ള ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് എടുക്കേണ്ട തീരുമാനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുക, അവരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുക, അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ആ എൻ്റെ ലക്ഷ്യത്തെ അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരിൽ നിന്ന് വോട്ട് തേടുകയും ചെയ്യുന്നത്. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി എന്തിനും മുന്നിലുണ്ടാവുന്ന ആളായിരിക്കും എന്ന് തീർച്ചയായും. കാരണം അതിലൊരു സംശയം വേണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, 5 വർഷങ്ങൾക്ക് മുമ്പ് 17 വോട്ടിന് ഞാൻ പരാജയപ്പെടുകയും ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം മാറി നിന്നിട്ടില്ല. ഞാൻ അവരുടെ കൂടെ തന്നെയുണ്ട്. കാരണം ആ രീതിയിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവിടെ വിജയിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരുപാട് അമ്മമാരുടെ ഒരു പ്രാർത്ഥന അതിലുണ്ടായിരുന്നു. കാരണം വിജയിക്കണമെന്നുള്ള. അപ്പോൾ ഞാൻ അവരെ ഇട്ടെറിഞ്ഞ് പോവുക എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുക, അവരുടെ ഒരാളായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇവരുടെ കൂടെ തന്നെ എന്നും ഞാനുണ്ടാവും. ജയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പ്രദേശത്തേക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും, ഒപ്പം നമ്മളുടെ MP MLA ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നുള്ള ഫണ്ടൊക്കെ നമുക്ക് ശേഖരിക്കുകയും നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഡിവിഷൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മുൻതൂക്കം നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നല്ലവരായ വോട്ടർമാർ വോട്ട് ചെയ്യുന്നുള്ള വലിയൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമല്ല ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവുന്ന ആളാണ്, അവർക്കൊപ്പം ഉണ്ടാവുന്ന ആളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്തവണ അപരനുണ്ടോ? ഇല്ല, ഇപ്രാവശ്യം അപരനില്ല. അത് വലിയൊരു ആശ്വാസം നൽകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപരനില്ല. ഈ 3 സ്ഥാനാർത്ഥികളാണ് നിലവിൽ ഔദ്യോഗികമായിട്ട് ഈ ഒരു ഡിവിഷനിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം വോട്ടർമാരെ കാണാൻ വേണ്ടിയിട്ട് വിവിധ വാർഡുകളിൽ പോയിട്ടുണ്ട്. അതിൽ നിന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുരിയാടി മേഖലയിൽ ആളുകളുടെ അവരുടെ വീട്ടിലേക്ക് ഞാൻ പോയ സമയത്ത് അവർ പറഞ്ഞത് അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു റേഷൻ കടയാണ്. 10 വർഷം മുമ്പ് തന്നെ ആ ഒരു വാർഡ് എന്ന് പറയുന്നത് BJP മെമ്പറുള്ള ഒരു വാർഡാണ്. അവർ കൊടുത്ത വാഗ്ദാനം അത് പാലിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് അവരെന്നോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അവിടെയുള്ള ആളുകളുടെ ഒരു ന്യായമായ ഒരു ആവശ്യമാണ്. ആ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ റേഷൻ കട. കാരണം കൂടുതൽ ഇപ്പോൾ ഈ ദേശീയപാത വന്നതോടുകൂടി തന്നെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള വലിയൊരു പ്രയാസമുണ്ട്. ക്രോസ് ചെയ്ത് പോകാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഈ പറയുന്ന അവരുടെ ഒരു ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ അവർക്ക് അവിടെ ഒരു റേഷൻ കട ഏത് രീതിയിലാണോ നിയമപരമായിട്ട് സാധ്യമാകുക അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ മുൻതൂക്കം നൽകും. മറ്റുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് കിഴക്കൻ മേഖലയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പലതരത്തിലുള്ള ഫണ്ടുകളെയും നമ്മുടെ ഡിവിഷനിലേക്ക് കേന്ദ്രീകരിക്കുകയും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും എന്നുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ, ഇത്തവണ വിജയിച്ച് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി തിരക്കിലേക്ക് പോവുകയാണ്. നമ്മൾ അടുത്ത സ്ഥാനാർത്ഥിയെ തേടി നമ്മളും പോവുകയാണ്. നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.